ഒരു സ്ത്രീ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു, അല്ലെ മമ്മയുടെ ഭാഷ പറഞ്ഞ ഒരു പാപം ചെയ്തു, ഒരു കുട്ടിയുണ്ടായി. ആ തെറ്റിന്ന് ഒളിക്കാൻ വേണ്ടി അവരൊരു മണ്ടത്തരം ചെയ്തു, വേറൊരു പുരുഷനെ കൂടെ ജീവിതത്തിലേക്ക് വലിച്ചേറ്റി. അതിന് അവര് സഫർ ചെയ്താ പോരെ? ആ കുട്ടിയും കൂടെ എന്തിനാ വെറുതെ? മമ്മ ഈ സിറ്റുവേഷൻ എന്റെ കൂടെ നിൽക്കണം. ആ മനുഷ്യൻ വെറുതെ രക്ഷകർത്താവ് കളിക്കുക, ശരിക്കും അവൻ രക്ഷകർത്താവല്ല. ആ കുട്ടിക്ക് അവൻ നാശത്തിന്റെ ആളാ. അത് മമ്മയ്ക്ക് എന്താ ഇനി മനസ്സിലാകത്ത്? അല്ലെങ്കിൽ ഇന്ന് ഇതുപോലൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയുമോ? ഞായറാഴ്ച ആറന്മുളെന്ന് വക്കച്ചന്റെ വീട്ടുകാർ വന്നാ ഞാൻ മാക്ക് കൊടുക്കും. പറഞ്ഞ മാതിരി 12,500 രൂപയും എണ്ണി കൊടുക്കും. അത് ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാ. ബാക്കിയുള്ള വാക്ക് പറഞ്ഞ വാക്കായിരിക്കടി, അല്ല നിന്നെ പോലൊന്നുമല്ല. ഉണ്ടടി തള്ളേ മോളെ നാട്ടുകാർ കയറി കൈവെക്കൊന്ന് കണ്ടപ്പോ നിനക്കെന്ന് എന്റെ വാക്ക് ദൈവവാക്കായിരുന്നു. ഇന്നിപ്പൊ എന്റെ വാക്കിന് ഈ വീട്ടിൽ വിലയില്ല. അതല്ലയോ ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത്? ആരെന്ത് പറഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോടാ. വിളവെടുപ്പ് കഴിഞ്ഞു കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ അത് വേണ്ട, വിളവെടുപ്പിന് ഒരു കൂട്ടായിരിക്കട്ടെ. പ്രീതമാവി മമ്മ സമ്മതിക്കും. അയാളുടെ ആ കുത്തിക്കലക്കലിൽ ഇപ്പൊ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നേ ഉള്ളൂ. മമ്മയ്ക്ക് അവളെ ഇഷ്ടമാണ്. എനിക്ക് അവളെ മനസ്സിലായെങ്കിൽ എന്റെ മമ്മയ്ക്ക് അവളെ മനസ്സിലാവാതെ വരുമോ? നമ്മുടെ മോന്റെ വഴി നേരെയായിരിക്കണേ. അവനൊരബദ്ധവും പറ്റരുതേ. റോസി, സോളമൻ എല്ലാം എന്നോട് പറഞ്ഞു. പെണ്ണുങ്ങളല്ലേ, ജീവിതത്തിൽ പലതും സംഭവിക്കും. കൊച്ചി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ജേക്കബ് ജോണിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇരുമ്പിക്കല്ലയാ, വലിയ തറവാട്ടുകാരാ, വലിയ റൊട്ടേറിയനും ഒക്കെയാ. ഇതൊക്കെ പക്ഷെ ആരെങ്കിലും അറിയുന്നു? എല്ലാം തീരുമാനിച്ചുറച്ചതിന് ശേഷം അങ്ങേര് അറിയുന്നതായിരിക്കും നല്ലത്. അല്ലേല് എന്തെങ്കിലും ഉടക്കുണ്ടാക്കും. പള്ളി വഴിക്ക് ഒന്നും ചെയ്യാൻ ഒക്കുകയല്ല. അത് ഞാൻ നോക്കിക്കൊള്ളാം. റോസി അവളുടെ എല്ലാ റെക്കോർഡും എടുത്ത് എന്റെ കൂടെ വാ. നമുക്ക് പോയി അച്ഛനെ കാണാം. അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് കഴിയുന്നതും വേഗം ഒരു തീരുമാനമാക്കി തരാൻ പറയാം. ഞാൻ സമ്മതം വാങ്ങിച്ചോളാം. അങ്ങേരറിയരുത്. വേണ്ട, അങ്ങേരിപ്പോ ഡ്യൂട്ടിക്ക് പോവില്ലേ? ആ നേരത്തിനുള്ളിൽ നമുക്ക് പോയിട്ട് വരാം. കഷ്ടിച്ചൊരു 2 hours, അത്ര തന്നെ എടുക്കില്ല. നേരെ വായിച്ചായ ഒന്ന് ഇറങ്ങിയ എന്താ ഇത്? കോളേജിൽ പോ, നേരെ വായിച്ചായ പോട്ടടാ. ഒന്ന് ഇറങ്ങിയ അണ്ണാ പോട്ടെന്നെ, ഇറങ്ങ. ഇത് ഞാൻ അറിഞ്ഞില്ല. ചെല്ലേ കാര്യമൊന്നുമില്ല. എന്നാലും ജംഗ്ഷൻ വരെ ചില്ലറ ഷുഗർ കോട്ടിങ്. വൈകുന്നേരം അവിടെ കാണുമല്ലോ. വൈകുന്നേരം തന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണം. സിനിമയല്ല, അതിനേക്കാൾ നല്ലൊരു സർപ്രൈസ് തരാം.
എന്തായിരുന്നു രണ്ടുപേരും കൂടി ഒരു കളി? സോളമിനിച്ചാൻ ആകെ ത്രില്ലഡാ. ഉം. എന്താ കാര്യമെന്ന് അറിയില്ല. പുള്ളി ഭയങ്കര ഓളത്തിലാ. വൈകുന്നേരം എനിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. എന്താണോ എന്തോ. എന്നോടും കൂടി പറയണേ. എന്നാലും തന്റെ ഡാഡി ഒരു വല്ലാത്ത സാധനം. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? ഞങ്ങളുടെ നാട്ടില് ഇരിക്കുന്നിടം കുഴിക്കുന്നവൻ എന്നൊരു ചൊല്ലുണ്ട്. അത് ഡിറ്റോ. ഡാഡി ഒരു പ്രത്യേക ടൈപ്പാ. വല്ലാത്ത വാശിയാ. പിടിച്ചത് നടക്കണം. ആ ക്രീം കളറിലുള്ള സാരി ഇനി എനിക്ക് കിട്ടിയില്ലേ? ഇല്ല മമ്മി. എടാ പതുക്കെ വിടാമേ. ആ കാശുകാരനുമായിട്ടുള്ള ബന്ധം ഉണ്ടാകാൻ പോണോന്ന് തോന്നിയപ്പോ ഞാൻ പിന്നെ വെറും പട്ടി ലേഡി.